സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് എല്ലാ പാർട്ടികളും കടന്നു കഴിഞ്ഞു. ഇല്ല എന്നാണ് നേതാക്കന്മാരുടെ എല്ലാം പ്രതികരണം. എന്നാൽ പല മണ്ഡലങ്ങളിലും പല പേരുകൾ ഇതിനകം തന്നെ ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ഞാനുണ്ടേ എന്ന ഓർമ്മപ്പെടുത്തലുകളുമായും സജീവമായിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് വേളയിലും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഉമ്മൻചാണ്ടിയുടെ 3 മക്കളുടെയും പേര് ഉയർന്നു കേൾക്കും. അതിലേറ്റവും പ്രധാനം അച്ചു ഉമ്മൻ മത്സരിക്കുമോ എന്നുള്ളത്. ഇക്കുറി അച്ചു വരും മുൻപേ ചാണ്ടി ഉമ്മനും മറിയം ഉമ്മനുമാണ് ചർച്ചയാകുന്നത്. മത്സരിക്കാനേ ഇല്ല എന്ന് ചാണ്ടി ഉമ്മൻ നിലപാടെടുത്തുവെന്നാണ് ഇന്നലെയൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ചെങ്ങന്നൂരിൽ മറിയം മത്സരിക്കുമെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. മറിയം ഉമ്മൻ മത്സരിച്ചാൽ അത് UDFന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ ചോദ്യവുമായിട്ടാണ് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാവർക്കും പ്രതികരിക്കാം. കോട്ടയത്തുകാർക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ബിനിൽ ചില ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബിനിലിന്റെ ആ റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്നത് പുതുപ്പള്ളി പള്ളിയാണ്. ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി. കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇവിടേക്കെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറെത്തി പ്രാർത്ഥിക്കുന്നത് പതിവാണ്. ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? മത്സരിച്ചാൽ UDFന് അത് ഗുണകരമാകുമോ? ആളുകൾ പറയും. പുള്ളിക്ക് ഓഫുള്ളതാ, കിട്ടാൻ വകുപ്പുണ്ട്. ഉമ്മൻചാണ്ടി നല്ല പിള്ളേരാ, അവരൊക്കെ ജയിക്കണം. ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ എവിടെ നിന്നാലും ജയിക്കും എന്നുള്ളതാണ്. അപ്പൻ്റെ ആ പ്രവണതയുണ്ടല്ലോ, അതൊരിക്കലും മനുഷ്യൻ മറന്നു പോവുകയില്ല. ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. നിലവിലുള്ള ഭരണത്തിന് ഒരു മാറ്റം ആവശ്യമാണ്. അതാണ് അതിനകത്തെ പ്രധാന വിഷയം. കാരണം ഇവരെല്ലാം അവരവരുടെ പോക്കറ്റേ നോക്കുന്നുള്ളൂ. ഗുണത്തിന് ജനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് 5 കൊല്ലം മാറി വരാമെങ്കിൽ കുറച്ചൊരു ഗുണമുണ്ട്. ഉമ്മൻചാണ്ടി നിന്നപ്പോഴൊക്കെ ജയിച്ചു. ചാണ്ടി ഉമ്മൻ നിന്നപ്പോഴും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. അപ്പം അതുപോലെ വരാൻ സാധ്യതയുണ്ട്. പുള്ളിക്കകത്ത് ജയിക്കും, കുഴപ്പമില്ല. പിന്നെ ഉമ്മൻചാണ്ടി സാറിനോടുള്ള ബഹുമാനം എല്ലാവർക്കും കാണും, പിള്ളേരോടെന്നുള്ള. പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ചാണ്ടിയുമ്മനോ ഉമ്മൻചാണ്ടിയുടെ മക്കൾ ആരും വന്നാലും ജയിക്കും. എനിക്ക് തോന്നുന്നു ജയം ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ കാലാവസ്ഥ കണ്ടില്ല. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുൻതൂക്കം, അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അറിയുകയും ചെയ്യും. കാരണം ഏത് നേതാവ് ജയിച്ചാലും UDF നേതാവ് ജയിച്ചാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ കഥയൊക്കെ വരാതിരിക്കുമോ? ആ ഉമ്മൻചാണ്ടി സാറിനൊരു സ്നേഹം അതെല്ലാ നാട്ടിലും ഉണ്ട്. ആ സ്നേഹം അവരുടെ മക്കളോടും കാണിക്കും നാട്ടുകാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടായിരുന്നു. അതും ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നതും കാഞ്ഞിരപ്പള്ളിയിൽ അനുകൂലമാകുമെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്.